അപ്പോൾ നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ്? ഫ്യൂഡലിസം അഥവാ സാമന്ത വ്യവസ്ഥയെക്കുറിച്ചാണ്. മധ്യകാല യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക സംവിധാനമാണ് ഫ്യൂഡലിസം. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫ്യൂഡലിസം. The term feudalism derives from the Latin word feudum, which means land granted for service. അപ്പോൾ ഫ്യൂഡലിസം എന്ന പദം ലാറ്റിൻ ഭാഷയിലെ ഫ്യോഡം എന്ന വാക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ലാൻഡ് ഗ്രാൻഡഡ് ഫോർ സർവീസ്, സേവനത്തിന് പകരമായി നൽകുന്ന ഭൂമി എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. ഫ്യൂഡലിസം വാസ് എ സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്കൽ സിസ്റ്റം ദാറ്റ് ഡെവലപ്ഡ് ഇൻ മിഡീവൽ യൂറോപ്പ്, എസ്പെഷ്യലി ബിറ്റ്വീൻ ദ 7th and 14th സെഞ്ച്വറി. അപ്പോൾ ഏകദേശം ഏഴാം നൂറ്റാണ്ട് മുതൽ 14ാം നൂറ്റാണ്ട് വരെ യൂറോപ്പിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹിക, സോഷ്യോ അല്ലെങ്കിൽ രാഷ്ട്രീയ, പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സാമ്പത്തിക, എക്കണോമിക് സംവിധാനമായിരുന്നു എന്ത്? ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ എ ഹൈറാർക്കി ഓഫ് റിലേഷൻഷിപ്സ് വെയർ ലോർഡ്സ് ഗ്രാൻഡഡ് ലാൻഡ് ടു വസൽസ് ഇൻ റിട്ടേൺ ഫോർ ലോയൽറ്റി ആൻഡ് മിലിറ്ററി സർവീസ്. അപ്പോൾ എന്താണ്, ഈ സംവിധാനത്തിൽ ഭൂമി ആണ് സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയുടെ ഉടമകളായ ലോഡ്സ് എന്ത് ചെയ്യുന്നു? അവരുടെ കീഴിലുള്ള വാസൽസുകൾക്ക് എന്ത് ചെയ്യുന്നു? ഭൂമി നൽകുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് അവരെന്ത് സ്വീകരിക്കുന്നു? വിശ്വസ്തതയും സൈനിക സേവനവും ആര് സ്വീകരിക്കുന്നു? ലോഡ്സ് സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പം ഒന്നും കൂടെ പറയാം. ഫ്യൂഡലിസം എന്ന വാക്ക് അല്ലെങ്കിൽ എന്ന പദം വന്നിരിക്കുന്നത് ഫ്യോഡം എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം ലാൻഡ് ഗ്രാൻഡഡ് ഫോർ സർവീസ് എന്നാണ്. സേവനത്തിന് പകരമായി നൽകുന്ന ഭൂമി എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. പിന്നെ പറഞ്ഞ എന്താണ്? ഏകദേശം 7ാം നൂറ്റാണ്ട് മുതൽ 14ാം നൂറ്റാണ്ടിന് വരെയുള്ള ഒരു യൂറോപ്പിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹിക, രാഷ്ട്രീയ, സോഷ്യോ പൊളിറ്റിക്കൽ, അതുപോലെ സാമ്പത്തിക സിസ്റ്റമാണ്, എക്കണോമിക് സിസ്റ്റമായിരുന്നു എന്ത്? ഫ്യൂഡലിസം എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ തന്നെ ഈ സംവിധാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം, ഭൂമിയാണ് ഈ സമ്പത്തിൻ്റെ ആയാലും അധികാരത്തിൻ്റെ ആയാലും അടിസ്ഥാനമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഭൂമിയാണ്. അപ്പോൾ ഭൂമിയുടെ ഉടമകളായിട്ടുള്ള ലോഡ്സ് ഉണ്ട്. ലോഡ്സ് എന്ത് ചെയ്യുന്നു? ഈ ഭൂമി ആർക്ക് നൽകുന്നു? വാസൽസുകൾക്ക് നൽകുന്നു. എന്നിട്ട് എന്ത് സ്വീകരിക്കുന്നു? വിശ്വസ്തതയും സൈനിക സേവനവും അവരിൽ നിന്ന് സ്വീകരിക്കുന്നു. ലോഡ്സ് വാസലുകൾക്ക് എന്ത് കൊടുക്കുന്നു? ഭൂമി കൊടുക്കുകയും ചെയ്യുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ. ഇനി അടുത്തത് നോക്കാം. അടുത്തത് നമ്മൾ നോക്കുന്നത് എന്താണ്? കോസസ് ഓഫ് ഫ്യൂഡലിസം. ഫ്യൂഡലിസത്തിൻ്റെ കാരണങ്ങളാണ് നോക്കുന്നത്. കൊളാപ്സ് ഓഫ് സെൻട്രൽ അതോറിറ്റി. ആഫ്റ്റർ ദ ഫാൾ ഓഫ് ദി വെസ്റ്റേൺ റോമൻ എംപയർ ഇൻ ദ 5th century, യൂറോപ്പ് ലാക്ഡ് സ്ട്രോങ് സെൻട്രൽ ലീഡർഷിപ്പ്. അപ്പോൾ എന്താണ്? ആദ്യത്തെ എന്താണ്? കൊളാപ്സ് ഓഫ് സെൻട്രൽ അതോറിറ്റി. എന്താണ്? കേന്ദ്രഭരണത്തിൻ്റെ തകർച്ചയാണ്. അതെങ്ങനെയാണ്? 5ാം നൂറ്റാണ്ടിൽ പശ്ചിമ റോമൻ സാമ്രാജ്യം തകർന്നതോടെ യൂറോപ്പിൽ ശക്തമായ കേന്ദ്രഭരണം ഇല്ലാതായി. അപ്പോൾ എന്താണ്? 5ാം നൂറ്റാണ്ടിൽ വെസ്റ്റേൺ റോമൻ എംപയർ എന്ത് ചെയ്തു? തകർന്നു യൂറോപ്പിൽ. അപ്പോൾ അതെന്താണ്? ഒരു സെൻട്രൽ ലീഡർഷിപ്പ്, ഒരു സ്ട്രോങ് സെൻട്രൽ ലീഡർഷിപ്പ് അവരെന്ത് ചെയ്തു? അവിടെ എന്ത് ചെയ്തു? തകർന്നുപോയി, ഇല്ലാതെയായി. അപ്പോൾ എന്താണ്? ഒരു കേന്ദ്രഭരണത്തിൻ്റെ തകർച്ച കാരണം എന്ത് ചെയ്തു? അവർക്ക് യൂറോപ്പിൽ 5ാം നൂറ്റാണ്ടിൽ പശ്ചിമ റോമൻ സാമ്രാജ്യം അല്ലെങ്കിൽ വെസ്റ്റേൺ റോമൻ എംപയർ എന്ത് ചെയ്തു? ശക്തമായി എന്ത് ചെയ്തു? തകർന്നു. അത് തകർന്നതോടെ യൂറോപ്പിൽ എന്ത് പറ്റി? കേന്ദ്രഭരണം ഇല്ലാതെയായി. ആസ് എ റിസൾട്ട്, ലോക്കൽ റൂളേഴ്സ് ബിഗാൻ ടു അസേർട്ട് കൺട്രോൾ ആൻഡ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ഇൻ റിട്ടേൺ ഓഫ് സർവീസ്. അപ്പോൾ എന്താ അതിൻ്റെ ഫലമായിട്ട് എന്താണ്? പ്രാദേശിക ഭരണാധികാരികളുണ്ട്, ലോക്കൽ റൂളേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു? അധികാരം കയ്യിലെടുത്തു. ജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിന് പകരം അവർ സേവനം ആവശ്യപ്പെട്ടു. എന്താണ്? അവരുടെ ലോക്കൽ ഭരണാധികാരികൾ എന്ത് ചെയ്തു? അധികാരം കയ്യിലെടുത്തു. ജനങ്ങൾക്ക് എന്താണ്? സംരക്ഷണം നൽകുന്നതിന് പകരം എന്ത് ചെയ്തു? അവർ എന്താണ്? സേവനം ആവശ്യപ്പെട്ടു. അടുത്തത്, നീഡ് ഫോർ പ്രൊട്ടക്ഷൻ ആൻഡ് ഓർഡർ. ഫ്രീക്വൻറ്റ് ഇൻവേഷൻസ് ബൈ ഗ്രൂപ്പ് ലൈക്ക് വൈക്കിങ്സ്, മാഗ്യാർസ് ആൻഡ് സറാക്സൻസ് ക്രിയേറ്റഡ് ഇൻസെക്യൂരിറ്റി. അപ്പോൾ എന്താണ്? പിന്നീട് എന്താണ് അവിടെ ഉണ്ടായത്? സുരക്ഷയുടെ ആവശ്യം. ആ കാലഘട്ടത്തിലെ വൈക്കിങ്ങുകൾ, മഗ്യാർമാർ, സാരാസന്മാർ തുടങ്ങിയവരുടെ ആക്രമണങ്ങൾ പതിവായിരുന്നു. അപ്പോൾ എന്താണ്? അവർക്കെന്താണ്? സുരക്ഷയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് വൈക്കിങ്മാരുകൾ അല്ലെങ്കിൽ മഗ്യാർസ്, സറാസൻസ് ഒക്കെ എന്ത് ചെയ്തു? വലിയ എന്താണ്? ആക്രമണങ്ങൾ നടത്തി. അടുത്തത്, പീപ്പിൾ ബിഗാൻ റിലേ ഓൺ ലോക്കൽ സ്ട്രോങ് മെൻ ഹൂ കുഡ് ഡിഫെൻഡ് ദം, ലീഡിങ് ടു പേഴ്സണലൈസ്ഡ് പവർ സ്ട്രക്ചേഴ്സ്. അങ്ങനെ എന്ത് ചെയ്തു? ജനങ്ങൾ എന്ത് ചെയ്തു? ജനങ്ങൾക്ക് സുരക്ഷ ആവശ്യമായിട്ട് വന്നു. അപ്പോൾ എന്ത് ചെയ്തു? അവർ പ്രാദേശിക ശക്തരായ അല്ലെങ്കിൽ ലോക്കൽ റൂളേഴ്സായ നേതാക്കളെ എന്ത് ചെയ്തു? ആശ്രയിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ
സുരക്ഷയുടെ ആവശ്യം അല്ലെങ്കിൽ നീഡ് ഫോർ പ്രൊട്ടക്ഷൻ ആൻഡ് ഓർഡർ എന്ന് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈക്കിങ്സ്, മഗ്യാസ്, സറാസൻസ് എന്ന് പറയുന്ന ആൾക്കാർ എന്ത് ചെയ്തു, ആക്രമണങ്ങൾ ഉണ്ടാക്കി അവിടെ എല്ലാം. അപ്പോൾ എന്ത് ചെയ്തു, ജനങ്ങൾക്ക് സുരക്ഷ ആവശ്യമായിട്ട് വന്നു. അങ്ങനെ എന്ത് ചെയ്തു, അവിടെയുള്ള ലോക്കൽ റൂളേഴ്സിനെ ആശ്രയിക്കാൻ തുടങ്ങി, ഈ ജനങ്ങൾ ആശ്രയിച്ചു. അപ്പോൾ ഒന്നുകൂടെ പറയാം. കൊളാപ്സ് ഓഫ് സെൻട്രൽ അതോറിറ്റി ആഫ്റ്റർ ദ ഫാൾ ഓഫ് ദി വെസ്റ്റേൺ റോമൻ എംപയർ ഇൻ ദ 5th century യൂറോപ്പ് ലാക്ക് സ്ട്രോങ് സെൻട്രൽ ലീഡർഷിപ്പ്. അപ്പോൾ 5ാം നൂറ്റാണ്ടിലുണ്ടായ വെസ്റ്റേൺ റോമൻ എംപയർ അല്ലെങ്കിൽ എന്താണ് പശ്ചിമ റോമൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയോടെ എന്ത് ചെയ്തു, കേന്ദ്രഭരണം, യൂറോപ്പിലെ ശക്തമായ കേന്ദ്രഭരണം എന്ത് ചെയ്തു, ഇല്ലാതെയായി മാറി. അപ്പോൾ എന്ത് ചെയ്തു, അവിടുത്തെ ലോക്കൽ റൂളേഴ്സ് എന്ത് ചെയ്തു, അവിടെ അധികാരം കയ്യിലെടുത്തിട്ട് ജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിന് പകരം എന്ത് ചെയ്തു, സേവനം ആവശ്യപ്പെട്ടു. അങ്ങനെ സുരക്ഷയുടെ ആവശ്യം അല്ലെങ്കിൽ നീഡ് ഫോർ പ്രൊട്ടക്ഷൻ ആൻഡ് ഓർഡർ. അപ്പോൾ എന്ത് ചെയ്തു, വൈക്കിങ്സ്, മഗ്യാസ്, സറാസൻസ് എന്ത് ചെയ്തു, അവിടെയുള്ള സ്ഥലങ്ങൾ ആക്രമിക്കാനായിട്ട് തുടങ്ങി. അപ്പോഴത്തേനും ജനങ്ങൾക്ക് എന്ത് വന്നു, സുരക്ഷ ആവശ്യമായിട്ട് വന്നു. അങ്ങനെ അവിടെയുള്ള ലോക്കൽ റൂളേഴ്സിനെ ആശ്രയിച്ചു, ഈ ജനങ്ങൾ ആശ്രയിച്ചു. ഓക്കെ. അടുത്തത് ലാൻഡ് ആസ് എ പ്രൈമറി വെൽത്ത്. ഇൻ എ ടൈം ഓഫ് ഡിക്ലൈനിങ് ട്രേഡ് ആൻഡ് അർബൻ ലൈഫ്, ലാൻഡ് ബിക്കം ദ മെയിൻ സോഴ്സ് ഓഫ് വെൽത്ത് ആൻഡ് അതോറിറ്റി. അപ്പോൾ എന്താണ് ഭൂമി ഭൂമിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൂടി. അതായത് പ്രൈമറി വെൽത്തായിട്ട് ഭൂമി എന്ത് ചെയ്തു, മാറി. കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് വ്യാപാരമാണെങ്കിലും ട്രേഡിംഗ് ആണെങ്കിലും അർബൻ ലൈഫ് അല്ലെങ്കിൽ നഗരജീവിതമാണെങ്കിലും എന്തായിരുന്നു, കുറയുമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, ഈ അതോറിറ്റി ആണെങ്കിലും അധികാരമാണെങ്കിലും വെൽത്ത് സമ്പത്താണെങ്കിലും അതിൻ്റെ അടിസ്ഥാനം ആയിട്ട് എന്ത് മാറി, ഈ ലാൻഡ് അല്ലെങ്കിൽ ഭൂമി മാറി. അപ്പോൾ കൺട്രോൾ ഓവർ ലാൻഡ് മെൻറ്റ് കൺട്രോൾ ഓവർ റിസോഴ്സസ് ആൻഡ് പീപ്പിൾ. അപ്പോൾ ആർക്കാണ് ഭൂമിയെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ആരാണോ ഭൂമിയെ നിയന്ത്രിക്കുന്നത് അവർക്ക് സമ്പത്തും അധികാരവും കിട്ടിക്കൊണ്ടിരുന്നു. അതാണ് പറയുന്നത്. അടുത്ത ട്രൈബൽ കസ്റ്റംസ് ആൻഡ് വാരിയർ കൾച്ചർ. ദ ഫ്യൂഡൽ സിസ്റ്റം വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ജർമാനിക് ട്രൈബൽ ട്രഡീഷൻസ് വെയർ വാരിയസ് പ്ലെഡ്ജ് ലോയൽറ്റി ടു ചീഫ്സ് ഇൻ റിട്ടേൺ ഫോർ റിവാർഡ്സ് ആൻഡ് എസ്പെഷ്യലി ലാൻഡ്സ്. അപ്പോൾ ഗോത്രപരമായ പാരമ്പര്യങ്ങളൊക്കെ വന്നു. അതെന്ന് വെച്ചാൽ ഈ ജർമാനിക് ട്രൈബൽ ട്രഡീഷൻ അല്ലെങ്കിൽ ജർമ്മൻ ഗോത്രങ്ങളുടെ പാരമ്പര്യത്തിൽ നേതാക്കൾക്ക് വിശ്വസ്തത പ്രഖ്യാപിക്കുമ്പോൾ അവർക്ക് പകരമായിട്ട് അവർക്ക് എന്തൊക്കെ കിട്ടും, ഭൂമിയും സമ്മാനങ്ങളും ഒക്കെ കൊടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റവും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വാരിയർ കൾച്ചർ അല്ലെങ്കിൽ ട്രൈബൽ കസ്റ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം എന്തിൻ്റെ കാരണമാണ്, ഫ്യൂഡലിസത്തിൻ്റെ കാരണമായിരുന്നു. അപ്പോൾ ലാൻഡ് ആസ് എ പ്രൈമറി വെൽത്ത് പ്രൈമറി വെൽത്തായിട്ട് എന്ത് മാറി, ലാൻഡ് മാറി. കാരണം ട്രേഡിംഗ് ആണെങ്കിലും അർബൻ ലൈഫ് ആണെങ്കിലും കുറഞ്ഞു. അപ്പോൾ അധികാരത്തിൻ്റെയും അല്ലെങ്കിൽ സമ്പത്തിൻ്റെയും അടിസ്ഥാനം എന്തായി മാറി, ലാൻഡായിട്ട് മാറി. അങ്ങനെ കൺട്രോൾ ഓവർ ലാൻഡ് മെൻറ്റ് കൺട്രോൾ ഓവർ റിസോഴ്സസ് ആൻഡ് പീപ്പിൾസ്. അപ്പം ആരുടെയിലാണ് ഭൂമി ഉള്ളത് അവർക്കായിരുന്നു മുഴുവൻ അധികാരം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ട്രൈബൽ കസ്റ്റംസ് ആൻഡ് വാരിയർ കൾച്ചർ എന്ന് പറഞ്ഞാൽ ജർമ്മൻ ഗോത്രങ്ങളുടെ പാരമ്പര്യത്തിൽ യോദ്ധാക്കൾ എന്ത് ചെയ്യും, നേതാക്കൾക്ക് വിശ്വസ്തത പ്രഖ്യാപിക്കുമ്പോൾ അവർ തിരിച്ചെന്ത് ചെയ്യും, ഭൂമിയും അതുപോലെ സമ്മാനങ്ങളും ആർക്ക് കൊടുത്തിരുന്നു, യോദ്ധാക്കൾക്ക് കൊടുത്തിരുന്നു. അതാണ് പറയുന്നത്. അടുത്തത് റോൾ ഓഫ് ദി ചർച്ച്. ദ കത്തോലിക് ചർച്ച് സപ്പോർട്ടഡ് ഫ്യൂഡലിസം ബൈ പ്രൊമോട്ടിംഗ് ഐഡിയാസ് ലൈക്ക് ദ ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്സ്. അപ്പോൾ റോൾ ഓഫ് ചർച്ച്, സഭകളുടെ പങ്കുണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ കത്തോലിക്ക സഭകൾ എന്ത് ചെയ്തു, ഫ്യൂഡലിസത്തെ സപ്പോർട്ട് ചെയ്തു. എന്നിട്ട് അവർ പ്രൊമോട്ട് ചെയ്ത ഐഡിയ ആയിരുന്നു രാജാക്കന്മാർ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ് എന്ന് അവരെന്ത് ചെയ്തു, അങ്ങനെ ഒരു ആശയം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐഡിയ എന്ത് ചെയ്തു, അവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഇറ്റ്സ് ഓൺ സ്ട്രക്ചർ വിത്ത് പ്രീസ്റ്റ്, ബിഷപ്സ് ആൻഡ് പോപ്പ് ഓൾസോ റിഫ്ലക്റ്റഡ് എ ഫ്യൂഡൽ സിസ്റ്റം ഫ്യൂഡൽ സ്റ്റൈൽ ഹൈറാർക്കി. അപ്പോൾ ഇവർ സഭയുടെ ഘടനയും ഒരു പിരമിഡ് രൂപം പോലെ ആക്കി, അല്ലെങ്കിൽ ഒരു അധികാരക്രമത്തിലാക്കി. പ്രീസ്റ്റ്, ബിഷപ്സ്, പോപ്പ് എന്ന് പറഞ്ഞൊരു ഹൈറാർക്കി ഫ്യൂഡൽ സ്റ്റൈൽ ഹൈറാർക്കി എന്ത് ചെയ്തു, അവർ പ്രപ്പോസ് അല്ലെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്തു. അപ്പം അതുമാണ് പറയുന്നത്. അടുത്തത് നമുക്ക് നോക്കേണ്ടത്, നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്, കോസസ് ആണ് പറഞ്ഞത് അല്ലെങ്കിൽ കാരണങ്ങളാണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഫ്യൂഡലിസത്തിൻ്റെ സവിശേഷതകളാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തത് ഡീസെൻട്രലൈസ്ഡ് പൊളിറ്റിക്കൽ സിസ്റ്റമാണ്. വികേന്ദ്രീകൃത രാഷ്ട്രീയ സംവിധാനം അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് പൊളിറ്റിക്കൽ സിസ്റ്റം. പവർ വാസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമോങ് ലോക്കൽ ലോർഡ്സ് റാദർ ദാൻ സെൻട്രലൈസ്ഡ് അണ്ടർ എ കിങ് ഓർ എംപറർ. ഈച്ച് ലോർഡ് കൺട്രോൾ ഹിസ് ഓൺ ലാൻഡ് ആൻഡ് ആർമി. ഓക്കെ, അപ്പോൾ പറയുന്നത് അധികാരം ഒരാളുടെ കയ്യിൽ കേന്ദ്രീകരിക്കാതെ വിവിധ പ്രാദേശിക ലോഡുകളുടെ കൈകളിലായിരുന്നു. അപ്പം അധികാരം ഒറ്റ ഒരാളുടെ കയ്യിലല്ല, പകരം
വിവിധ അല്ലെങ്കിൽ പല പല ലോക്കൽ ലോഡ്സിൻ്റെ കയ്യിലായിരുന്നു എന്ത് അധികാരം ഉണ്ടായിരുന്നത്. ഈച്ച് ലോഡ് കൺട്രോൾ ഹിസ് ഓൺ ലാൻഡ് ആൻഡ് ആർമി. അപ്പോൾ ഓരോ ലോഡ്സും എന്ത് ചെയ്തു, അവരുടെ അവർക്ക് ഭൂമിയും ഉണ്ടായിരുന്നു, സൈന്യവും ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ലോഡിനും എന്ത് ചെയ്തു, അവരുടേതായിട്ടുള്ള ലാൻഡും ഉണ്ട്, അവരുടേതായിട്ടുള്ള ആർമിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ എന്തായിരുന്നു, വികേന്ദ്രീകൃത രാഷ്ട്രീയ സംവിധാനമായിരുന്നു, അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് പൊളിറ്റിക്കൽ സിസ്റ്റം ആയിരുന്നു. അത് പറയുന്നത് എന്താണ്, അധികാരം ഒരാളുടെ കയ്യിലല്ല, മറിച്ച് എന്താണ് ഒരു കൂട്ടം ലോഡ്സിൻ്റെ കൈകളിലായിരുന്നു. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ കുറച്ച് ഭൂമിയും കാണും, അതിനനുസരിച്ച് സൈനികരും കാണും, അങ്ങനായിരുന്നു. അടുത്തത് ലാൻഡ് ഓണർഷിപ്പ് ആസ് ദ ബേസിസ് ഓഫ് പവർ. ലാൻഡ് was the main source of wealth and political authority. Lords granted land to vassals in exchange for loyalty and service. അപ്പോൾ ലാൻഡ് ഓണർഷിപ്പ് ആസ് എ ബേസിസ് ഓഫ് പവർ. അപ്പോൾ എന്താണ്, ഭൂമിയായിരുന്നു, ഈ ലാൻഡ് ആയിരുന്നു എന്ത് അധികാരത്തിൻ്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ ആ പവറിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ലാൻഡ് തന്നെയായിരുന്നു. അപ്പോൾ എന്താണ്, ഈ ഫ്യൂഡലിസത്തിൽ ഭൂമിയിലുള്ളവർക്കാണ് അധികാരം എന്ന് പറയുന്നതാണ്. പൊളിറ്റിക്കൽ അതോറിറ്റി ആണെങ്കിലും വെൽത്തും അവരുടെ കയ്യിലായതുകൊണ്ട് തന്നെ എന്താണ്, അവർക്കാണ് എന്ത് ചെയ്യുന്നത്, അധികാരം എന്നാണ് പറയുന്നത്. ഈ ഫീഫ് എന്ന് പറയുന്നത് ലാൻഡിനെയാണ് ഫിഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോഡ്സ് ഗ്രാൻഡഡ് ലാൻഡ്സ് ടു വാസൽസ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ലോയൽറ്റി ആൻഡ് സർവീസ്. അങ്ങനെ എന്ത് ചെയ്തു, ലോഡ്സുകൾ എന്ത് ചെയ്യുന്നു, വസൽസിനെ എന്ത് ചെയ്യുന്നു, എന്ത് ഗ്രാൻഡ് ചെയ്യുന്നു, ലാൻഡ് എന്ത് ചെയ്തു, ഭൂമി എന്ത് ചെയ്യുന്നു, വാസൽസുകൾക്ക് നൽകുന്നു. പകരമായിട്ട് അവരെന്ത് കൊടുക്കുന്നു, റിട്ടേൺ ചെയ്ത് വിശ്വസ്തതയും സേവനവും ആർക്ക് കൊടുക്കുന്നു, ലോഡ്സിന് കൊടുക്കുന്നു. അപ്പോൾ ലാൻഡ് ഓണർഷിപ്പ് ആസ് ദ ബേസിസ് ഓഫ് പവർ എന്ന് പറയുന്നത് എന്താണ്, ഭൂമിയാണ് അധികാരത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഫ്യൂഡലിസത്തിൽ ഭൂമി ഉള്ളവർക്കാണ് എന്ത് ചെയ്യുന്നത്, അധികാരം ഉള്ളതെന്നാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ്, ലോഡ്സുകൾ എന്ത് ചെയ്യുന്നു, ഭൂമികൾ ആർക്ക് കൊടുക്കുന്നു, വാസൽസിന് കൊടുക്കുന്നു. അവർ തിരിച്ച് എന്ത് നൽകുന്നു, സേവനവും അതുപോലെ വിശ്വസ്തതയും ആർക്ക്, ലോഡ്സിന് നൽകുന്നു. അടുത്തത് ഹൈറാർക്കി ഓഫ് റിലേഷൻഷിപ്പ്. സൊസൈറ്റി വാസ് ഓർഗനൈസ്ഡ് ഇൻ എ സ്ട്രിക്ട് പിരമിഡ്. അപ്പോൾ എന്താണ്, ഹൈറാർക്കി ഓഫ് റിലേഷൻഷിപ്പാണ്. അവർക്ക് എന്താണ്, എന്താണ് പിരമിഡ് രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഹൈറാർക്കി രൂപത്തിലാണ് അവർ റിലേഷൻഷിപ്പ് പോകുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം, കിങ് അറ്റ് ദ ടോപ്പ്. അപ്പോൾ ഒന്നാമതായിട്ട് ആരാണ്, മുകളിലായിട്ട് എപ്പോഴും ആരാണ്, രാജാവാണ്. പവർഫുൾ നോബിൾസ് അല്ലെങ്കിൽ ലോഡ്സ്, അതിന് താഴെയാണ് പ്രഭുക്കന്മാരെന്ന് പറയുന്നത്. ലെസ്സർ നോബിൾസിനെ നമ്മൾ എന്തെന്ന് പറയും, വാസൽസ് എന്ന് പറയും. അതിന് താഴെയാണ് നൈറ്റ്സ്, ഏറ്റവും താഴെ കർഷകരും സെർഫ്സും ആണ്. അപ്പോൾ ഈ നൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ വാസൽസുകളുടെ അണ്ടറിൽ വരുന്ന എന്താണ്, കുറച്ച് ബോഡി ഗാർഡ്സ് പോലുള്ള ആൾക്കാർ ഇങ്ങനെ പ്രഖ്യാപിക്കും, ഇങ്ങനെ പ്ലെഡ്ജൊക്കെ ചെയ്ത് അവർക്ക് വേണ്ടി ഈ വാസൽസിന് വേണ്ടിയിട്ട് നിൽക്കുന്ന താഴെയുള്ള കാറ്റഗറിയാണ് നൈറ്റ്സ് എന്ന് പറയുന്നത്. ബോഡി ഗാർഡ് പോലത്തെ ആൾക്കാരാണ്. അപ്പോൾ ഇതെന്താണ്, അവർക്ക് ഹൈറാർക്കി ഉണ്ട്. അതെങ്ങനെയാണ്, ആദ്യം രാജാവ്, ഏറ്റവും ടോപ്പിൽ എപ്പോഴും രാജാവായിരിക്കും. പിന്നീട് എന്താണ്, പ്രഭുക്കന്മാരാണ്, പവർഫുൾ നോബിൾസ്. അതിന് താഴെ ആരാണ്, വാസൽസ് ആണ്. അതിന് താഴെയാണ് നൈറ്റ്സ് ആണ്. പെസൻസ് ആൻഡ് സെർവ്സ് അറ്റ് ദ ബോട്ടം. ആരാണ്, ഏറ്റവും താഴെ ആരാണ്, കർഷകരും സെർഫുകളും ആണ്. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അവർ ക്രമീകരിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് മ്യൂച്വൽ ഒബ്ലിഗേഷൻസ്. ലോഡ്സ് ആൻഡ് വാസൽസ് വെയർ ബൗണ്ടഡ് ബൈ ഓത്ത്സ് ഓഫ് ഫെൽറ്റി അല്ലെങ്കിൽ ലോയൽറ്റി. ലോഡ്സ് പ്രൊട്ടക്റ്റഡ് വാസൽസ് ആൻഡ് വാസൽസ് പ്രൊവൈഡഡ് മിലിറ്ററി സർവീസ് ടാക്സ് ഓർ അഡ്വൈസ്. അപ്പോൾ മ്യൂച്വൽ ഒബ്ലിഗേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പരസ്പര ഒരു ബാധ്യത അല്ലെങ്കിൽ പരസ്പര ഒരു കരാർ പോലെ ഉണ്ടായിരുന്നു. കാരണം ലോഡും വാസൽസും എന്താണ്, പരസ്പരം സഹായിക്കേണ്ട ബാധ്യത അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ലോഡ്സ് ആരെ പ്രൊട്ടക്റ്റ് ചെയ്യും, വസൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. വസൽസ് എന്ത് ചെയ്യും, എന്ത് പ്രൊവൈഡ് ചെയ്യും ലോഡ്സിന്, മിലിറ്ററി സർവീസസ്, സൈനിക സേവനവും നികുതിയും ഉപദേശവും ഒക്കെ കൊടുക്കും. ആർക്ക്, ലോഡ്സിന് കൊടുക്കും. അപ്പം ഇവർ തമ്മിൽ ഒരു മ്യൂച്വൽ ഒബ്ലിഗേഷൻസ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ലോഡും വെസൽസും എന്ന് പറഞ്ഞ ഒരു ഓത്ത് ഓഫ് ഫെൽറ്റി, ഒരു ലോയാലിറ്റിയുടെ പുറത്താണ് ബോണ്ട് ചെയ്തിരിക്കുന്നത്. അവരുടെ ഒരു ബോണ്ട് എന്ന് പറയുന്നത്, നമ്മൾ ബോണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ബോണ്ടിങ്. അതെന്ന് പറഞ്ഞാൽ ലോഡ്സ് ആരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, വസൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. വസൽസ് അതിന് പകരമായിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യും, സൈനിക സേവനം കൊടുക്കും, നികുതി കൊടുക്കും, ഉപദേശങ്ങളും കൊടുക്കും. അടുത്തത് മാനോറിയൽ സിസ്റ്റം. ദ എക്കണോമിക് സ്ട്രക്ചർ വാസ് ബേസ്ഡ് അറൗണ്ട് ദ ലോഡ്സ് എസ്റ്റേറ്റ് where peasants worked the land to produce food and goods. അപ്പോൾ മനോറിയൽ സിസ്റ്റം അല്ലെങ്കിൽ മനോറിയൽ സംവിധാനം എന്ന് പറയുന്നത് മാനേഴ്സ് എന്ന അടിസ്ഥാനത്തിൽ തന്നെ. അതെന്ന് പറഞ്ഞാൽ എന്താണ്,
ഫ്യൂഡലിസത്തിൻ്റെ സാമ്പത്തിക അടിത്തറ മനോറിയൽ സംവിധാനമാണ്. മാനോർ എന്ന വലിയ ഭൂമിയിൽ കർഷകർ ജോലി ചെയ്ത് ഭക്ഷ്യവിളകളും മറ്റു ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ എന്താണ് ഇവരുടെ എക്കണോമിക് സ്ട്രക്ചർ എന്താണ്, എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഈ ഫ്യൂഡലിസത്തിനെ ബേസ് ചെയ്ത് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ലോഡ്സിന് എന്ത് കാണും? ഒരു എസ്റ്റേറ്റ് കാണും. എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലാൻഡും കാണും, അവിടെ തന്നെ ഒരു ഫോർട്ടും അവർക്ക് കാണും. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവരെന്ത് ചെയ്യും, ഈ ലോഡ്സുകൾ പാവപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ കർഷകരെ എന്ത് ചെയ്യും, ആ ലാൻഡിൽ വർക്ക് ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ ആ ലാൻഡിൽ കൃഷി നടത്തി എന്ത് ചെയ്യും, ഫുഡും ഗുഡ്സും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കുള്ള പ്രഷർ കൊടുക്കും. അതാണ് ഒരു മനേറിയൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താണ് ഫ്യൂഡലിസത്തിൻ്റെ ഒരു അടിത്തറ അല്ലെങ്കിൽ സാമ്പത്തിക അടിത്തറയാണെന്നാണ് ഈ മനോറിയൽ സിസ്റ്റം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഹൈറാർക്കി റൈറ്റ്സ് ആണ്. ടൈറ്റിൽസ്, ലാൻഡ്സ്, ഒബ്ലിഗേഷൻസ് വെയർ യൂഷ്വലി പാസ്ഡ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ, മേക്കിംഗ് സോഷ്യൽ മൊബിലിറ്റി വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ എന്താണ് ഹെറിറ്ററി റൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? പാരമ്പര്യ അവകാശങ്ങൾ, അതായത് ടൈറ്റിൽസ്, ലാൻഡ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ്, അതായത് പദവികൾ, ഭൂമി, കടമകളെല്ലാം എന്താണ് ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. അത് കാരണം എന്താണ്, ഒരാൾക്ക് എന്താണ് കഠിനാധ്വാനം ചെയ്ത് ഒരു ഉയർന്ന സാമൂഹിക പദവിയിലേക്ക് ഉയരാനൊന്നും ഉള്ള ഒരു ക്യാപ്പബിലിറ്റി ഒരിക്കലും കണ്ടുവരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ജനറേഷൻ ടു ജനറേഷനായിട്ട് എന്ത് ചെയ്യുന്നു, ഇതെല്ലാം പാസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക. വേറൊരാൾക്ക് അധ്വാനിച്ച് ആ ഉയരത്തിലെത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൾട്ട്, ഭയങ്കര എന്താണ് ബുദ്ധിമുട്ടായിരുന്നു അങ്ങനൊന്ന് ഒരു ഉയർന്ന പദവിയിലേക്ക് എത്തിച്ചേരാമെന്ന് പറയാൻ. അപ്പോൾ എന്താണ് പാരമ്പര്യ അവകാശങ്ങൾ അല്ലെങ്കിൽ ഹെറിറ്ററി റൈറ്റ്സ് എന്ന് പറയുന്നത് പദവികളാണെങ്കിലും ഭൂമി, കടമകളെല്ലാം എന്താണ് ഒരു തലമുറയിൽ നിന്ന് മറ്റു തലമുറയിലേക്ക് എന്ത് ചെയ്യുന്നു, കൈമാറ്റം ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ സോഷ്യൽ മൊബിലിറ്റി എന്താണ് വളരെ ഡിഫിക്കൽട്ടാണ്. സോഷ്യൽ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഒരാൾക്ക് എന്താണ് കഠിനാധ്വാനം ചെയ്ത് ഉയർന്ന സാമൂഹിക പദവിയിലേക്ക് ഉയരുക എന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അടുത്ത നോക്കാം. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നത് റോൾ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ദ മനേറിയൽ സിസ്റ്റം. അപ്പോൾ എന്താണ് കൃഷിയുടെ പങ്കും മനേറിയൽ വ്യവസ്ഥയുമാണ് നമ്മൾ നോക്കുന്നത്. വില്ലേജ് സെൻറ്റേർഡ് എക്കണോമി, ഈച്ച് മാനർ ഫങ്ഷൻഡ് ആസ് എ സെൽഫ് സഫിഷ്യൻറ്റ് യൂണിറ്റ് പ്രൊഡ്യൂസിങ് എവരിവെയർ ഫ്രം ഫുഡ് ടു ടൂൾസ്. ദെയർ വാസ് എ വെരി ലിറ്റിൽ ട്രേഡ് ആൻഡ് മോസ്റ്റ് പീപ്പിൾ നെവർ ലെഫ്റ്റ് ദ വില്ലേജ്. അപ്പോൾ എന്താണ് വില്ലേജ് സെൻറ്റർ എക്കോണമി ആയിരുന്നു, അതായത് ഗ്രാമാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയായിരുന്നു. ഓരോ മാനറും അല്ലെങ്കിൽ ഓരോ എന്താണ് ഈച്ച് മാനർ ഫങ്ഷൻ്റെ ഓരോ മാനറും എന്താണ് അല്ലെങ്കിൽ പ്രഭുവിൻ്റെ അധീനതയിലുള്ള പ്രദേശം എങ്ങനെയാണ് ഒരു സ്വയം പര്യാപ്ത യൂണിറ്റ് അല്ലെങ്കിൽ ഒരു സെൽഫ് സഫിഷ്യൻറ്റ് യൂണിറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് പ്രവർത്തിച്ചിരുന്നത്. കാരണം എന്ന് വെച്ചാൽ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അവിടെ ഫുഡ് തൊട്ട് എല്ലാ അല്ലെങ്കിൽ എല്ലാ ഉപകരണങ്ങളും ഫുഡ് തൊട്ട് അല്ലെങ്കിൽ ആ ഭക്ഷണം മുതൽ ഉപകരണങ്ങൾ വരെയുള്ള എല്ലാ ആവശ്യ വസ്തുക്കളും എവിടെ ഉൽപ്പാദിപ്പിച്ചു ഇവിടെ ഓരോ പ്രഭുവിൻ്റെ അധീനതയിലുള്ള ഓരോ പ്രദേശത്തും എന്ത് ചെയ്യുന്നു ഉൽപ്പാദിപ്പിച്ചു. അതുകൊണ്ട് തന്നെ എന്താണ് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ വ്യാപാരം നടന്നിരുന്നുള്ളൂ. ദെർ വാസ് എ ലിറ്റിൽ ട്രേഡ്, വെരി ലിറ്റിൽ ട്രേഡ് ആൻഡ് മോസ്റ്റ് പീപ്പിൾ നെവർ ലെഫ്റ്റ് ദ വില്ലേജ്. അതെന്താണ് ഭൂരിഭാഗം ആളുകളും തങ്ങളുടെ ഗ്രാമം വിട്ട് പുറത്ത് പോയിരുന്നില്ല. അപ്പോൾ എന്താണ് വില്ലേജ് സെൻറ്റർ എക്കോണമി ആയിരുന്നു. അപ്പം ഗ്രാമാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയായിരുന്നു. ഓരോ മാനറും അല്ലെങ്കിൽ ഓരോ പ്രഭുവിൻ്റെ അധീനതയിലുള്ള പ്രദേശത്തും ഒരു പ്രദേശം എന്തായിട്ടാണ് പ്രവർത്തിച്ചത്, സെൽഫ് സഫിഷ്യൻറ്റ് യൂണിറ്റ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഫുഡ് തൊട്ട് ടൂൾസ് വരെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ ലഭിക്കുമായിരുന്നു അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ വ്യാപാരം നടന്നിരുന്നുള്ളൂ ആ സമയത്ത്. പക്ഷേ എന്താണ് ഭൂരിഭാഗം ആളുകളും തങ്ങളുടെ ഗ്രാമം വിട്ട് പുറത്തു പോരുന്ന ഇല്ല. അടുത്തത് പറയുന്നത് ലേബർ സിസ്റ്റം. സെർവ്സ് വർക്ക് ദ ലോഡ്സ് ഡിമാൻഡ്സ് വിത്തൗട്ട് വേജസ്. അപ്പോൾ എന്താണ് സെർവ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? കർഷക തൊഴിലാളികളാണ്. അപ്പോൾ ലേബർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ തൊഴിൽ വ്യവസ്ഥ. അപ്പോൾ ഈ കർഷക തൊഴിലാളികൾ ലോഡ്സ് ഡിമാൻഡ്സ് വിത്തൗട്ട് വേജസ്. ഡിമാൻഡ്സ് എന്ന് പറഞ്ഞാൽ പ്രഭുവിൻ്റെ അധീനതയിലുള്ള ഭൂമിയിൽ എന്ത് ചെയ്തു, ഈ കർഷക തൊഴിലാളികളെ എന്ത് ചെയ്തു, അടിമകളെ പോലെ പണിയെടുത്തു. അവർക്ക് എന്താണ് വേതനമില്ലാതെ അവർ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇൻ റിട്ടേൺ ദേ ഗോട്ട് പ്രൊട്ടക്ഷൻ ആൻഡ് എ സ്മാൾ പോൾ ടു ഗ്രോ ദെയർ ഓൺ ഫുഡ്. അതിൻ്റെ പകരമായിട്ട് എന്ത് ചെയ്തു, അവർക്ക് സംരക്ഷണവും സ്വന്തമായിട്ട് ഭക്ഷണം വിളയിക്കാൻ വേണ്ടി ഒരു ചെറിയ സ്ഥലവും എന്ത് ചെയ്തു അവർക്ക് ലഭിച്ചു. സ്റ്റാഗ്നേഷൻ ആൻഡ് കൺസർവേറ്റിസം.
അപ്പം എന്താണ് മന്ദതയും യാഥാസ്ഥിതികത്വവുമാണ് പറയുന്നത്. അഗ്രികൾച്ചർ മെത്തേഡ്സ് ചേഞ്ച് ലിറ്റിൽ ഡ്യൂറിങ് ദിസ് പീരീഡ്. അങ്ങനെ എന്താ ഈ കാലഘട്ടത്തിലെ കാർഷിക രീതികളിൽ വളരെ കുറച്ച് മാറ്റങ്ങൾ മാത്രമേ എന്ത് ചെയ്തുള്ളൂ ഉണ്ടായിട്ടുള്ളൂ. ഇന്നോവേഷൻ വാസ് ഡിസ്കറേജ്ഡ് ആൻഡ് ദ ഫോക്കസ് വാസ് ഓൺ സ്റ്റെബിലിറ്റി നോട്ട് ഗ്രോത്ത്. അവരെന്താണ് പുതുമകളുടെ കുറവുണ്ടായിരുന്നു. അതായത് പുതിയ ഇന്നോവേഷൻ അല്ലെ ഇൻവെൻഷനോ ഒന്നും എന്തായാലും പുതിയ കണ്ടുപിടുത്തങ്ങളൊന്നും അവരെന്ത് ചെയ്തില്ല, പ്രോത്സാഹിപ്പിച്ചില്ല. പക്ഷേ അവർ എന്താണ് അവർ നോക്കിയത്, വളർച്ചയേക്കാൾ അല്ലെങ്കിൽ ഗ്രോത്തിനേക്കാൾ അവർ പ്രാധാന്യം കൊടുത്തത് വ്യവസ്ഥിതിയുടെ സുരക്ഷിതത്വത്തിനാണ്, സ്റ്റെബിലിറ്റിക്കാണ് എന്ത് ചെയ്യുന്നത് അവർ പ്രാധാന്യം നൽകിയിരുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്, ലേബർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ തൊഴിൽ വ്യവസ്ഥ, സെർവ്സ് വർക്ക് ദ ലോഡ്സ് ഡെമൻസ് വിത്തൗട്ട് വേജസ്. അപ്പം പൈസ ഇല്ലാതെ അല്ലെങ്കിൽ വേതനമില്ലാതെയാണ് ഈ പ്രഭുക്കന്മാരുടെ ഭൂമികളിൽ ആര് വർക്ക് ചെയ്തത് അല്ലെങ്കിൽ ആര് കൃഷി നടത്തിയത്, കർഷകർ. അതിൻ്റെ പകരമായിട്ട് അവർക്ക് പ്രൊട്ടക്ഷൻ ലഭിച്ചു. അതുപോലെ തന്നെ അവരുടെ എന്താണ് ഭക്ഷണം, അവർക്ക് സ്വന്തമായിട്ട് ഭക്ഷണം വിളയിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഭൂമിയും കൊടുത്തു. അതുപോലെ തന്നെ എന്താണ് മന്ദതയും യഥാസ്ഥിതികത്വവും ഉണ്ടായി. കാരണം എന്ന് വെച്ചാൽ ഈ പീരീഡിൽ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ എന്താണ് കാർഷിക രീതികളിൽ എന്താണ് വളരെ കുറച്ച് മാറ്റങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെന്താണ് ഇന്നോവേഷൻ വാസ് ഡിസ്കറേജ്ഡ് ആൻഡ് ദ ഫോക്കസ് വാസ് ഓൺ സ്റ്റെബിലിറ്റി നോട്ട് ഗ്രോത്ത്. അപ്പോൾ എന്താണ് പുതുമകളുടെ കുറവ്, അതായത് പുതിയ കണ്ടുപിടുത്തങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. വളർച്ചയേക്കാൾ കൂടുതൽ വ്യവസ്ഥിതിയുടെ സുരക്ഷിതത്വത്തിനാണ് ആര് പ്രാധാന്യം നൽകിയിരുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. അടുത്ത് നമ്മൾ നോക്കുന്നത് പോസിറ്റീവ് ഇമ്പാക്ട്സ് ഓഫ് ഫ്യൂഡലിസം അല്ലെങ്കിൽ ഫ്യൂഡലിസത്തിൻ്റെ നല്ല വശങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്റ്റേബിൾ സോഷ്യോ പൊളിറ്റിക്കൽ ഹൈറാർക്കി. ദിസ് പ്രൊവൈഡഡ് സം ഓർഡർ ആൻഡ് പ്രൊട്ടക്ഷൻ ഡ്യൂറിങ് ദ ടർബുലൻറ്റ് മിഡിൽ ഏജസ്. അപ്പോൾ എന്താണ് ഒരു സ്ഥിരതയുള്ള സാമൂഹിക സാമ്പത്തിക അല്ലെങ്കിൽ സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥിതിയുടെ രൂപീകരണം ആണ്. അതെന്ന് പറഞ്ഞാൽ ഒരു ടർബുലൻറ്റ് മിഡിൽ ഏജസ്, അതായത് ഒരു അശാന്തി നിറഞ്ഞൊരു മധ്യ കാലഘട്ടത്തിൽ ഒരു പരിധി വരെ സമാധാനവും സുരക്ഷിതത്വവും ഒക്കെ ഉറപ്പാക്കാൻ സഹായിച്ച ഒന്നാണ് ഈ ഫ്യൂഡലിസം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്റ്റേബിൾ സോഷ്യോ പൊളിറ്റിക്കൽ ഹൈറാർക്കി, അതായത് എന്താണ് സ്ഥിരതയുള്ള സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥിതിയുടെ രൂപീകരണം കാരണം എന്താണ് ടർബുലൻറ്റ് മിഡിൽ ഏജസ് എന്ന് പറഞ്ഞാൽ എന്താണ് അശാന്തി നിറഞ്ഞ ഒരു മധ്യ കാലഘട്ടത്തിൽ ഒരു പരിധിവരെ സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ സഹായിച്ച ഒന്നാണ് എന്തെന്ന് പറയുന്നത് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബർത്ത് ഓഫ് ദി ചിവൽറി കോഡ്, ഡെവലപ്മെൻറ്റ് ഓഫ് എ കോഡ് ഓഫ് chivalry which will help to promote ideals of honors, loyalty and moral conduct among the warrior class. അപ്പോൾ എന്താണ് ഷിൽവറി കോഡിൻ്റെ എന്താണ് ബർത്ത് അല്ലെങ്കിൽ ഉത്ഭവം, അത് യോദ്ധാക്കൾക്കിടയിൽ എന്തൊക്കെ ഉണ്ടാക്കി, മര്യാദ, വിശ്വസ്തത, ധാർമ്മിക പെരുമാറ്റം, ആദരവ് എന്നിവ വളർത്താൻ സഹായിച്ച കുറച്ച് പെരുമാറ്റ ചട്ടങ്ങൾ എന്ത് ചെയ്തു, രൂപപ്പെട്ടു. അപ്പോൾ എന്താണ് ഷിൽവറി കോഡിൻ്റെ ഉത്ഭവം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ബർത്ത് ഓഫ് ദി ഷിൽവറി കോഡ്, ഡെവലപ്മെൻറ്റ് ഓഫ് എ കോഡ് of chivalry which help to promote ideals of honors, loyalty, moral conduct among the warrior class. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഒന്നും കൂടെ പറയാം. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്റ്റേബിൾ സോഷ്യോ പൊളിറ്റിക്കൽ ഹൈറാർക്കി, എന്താണ് സ്ഥിരതയുള്ള സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥിതിയുടെ രൂപീകരണം. അതെന്ത് ചെയ്തു, ടർബുലൻറ്റ് മിഡിൽ ഏജസിന് ഒരു അശാന്തി നിറഞ്ഞ മധ്യകാലഘട്ടത്തിൽ ഒരു പരിധിവരെ സമാധാനവും സുരക്ഷിതത്വവും ഒക്കെ ഉറപ്പാക്കാൻ സഹായിച്ചതാണ് ഫ്യൂഡലിസം. ബർത്ത് ഓഫ് ദ ഷിൽവറി കോഡിൻ്റെ ഉത്ഭവം അതെന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് എ കോഡ് ഓഫ് ഷിൽവറി വിച്ച് ഹെൽപ്പ് ടു പ്രൊമോട്ട് ഐഡിയൽസ് ഓഫ് ഓണേഴ്സ്, ലോയലിറ്റി ആൻഡ് മോറൽ കണ്ടക്ട് എമംഗ് ദ വാരിയേഴ്സ്. അതായത് യോദ്ധാക്കൾക്കിടയിലെ മര്യാദ, വിശ്വസ്തത, ധാർമ്മിക പെരുമാറ്റം, അതുപോലെ ആദരവ് എന്നിവ വളർത്താൻ സഹായിച്ച പെരുമാറ്റ ചട്ടങ്ങൾ എന്ത് ചെയ്തു, രൂപപ്പെട്ടു വന്നു. അതും എന്താണ് ഫ്യൂഡലിസത്തിൻ്റെ ഒരു നല്ല വശമാണ്. അടുത്തത് നോക്കാം. അപ്പോൾ അടുത്തത് preservation and dissemination of knowledge. Knowledge preservation and dissemination were made possible through the system of monastic schools, scriptoria, apprenticeships and guilds. അപ്പോൾ എന്താണ് പ്രിസർവേഷൻ ആൻഡ് ഡിസമിനേഷൻ ഓഫ് നോളജ് എന്ന് പറഞ്ഞാൽ എന്താണ് അറിവിൻ്റെ സംരക്ഷണവും വ്യാപനവും. അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഇതിൻ്റെ ഫ്യൂഡലിസത്തിൻ്റെ. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ എന്താണ് മൊണാസ്റ്റിക് സ്കൂൾസ് അല്ലെങ്കിൽ സന്യാസിമാരുടെ വിദ്യാലയങ്ങൾ, സ്ക്രിപ്റ്റോറിയ അല്ലെങ്കിൽ ഗ്രന്ഥശാലകൾ അല്ലെങ്കിൽ എഴുത്തുശാലകളാണ് സ്ക്രിപ്റ്റോറിയ എന്ന് പറയുന്നത്, അപ്രന്റീസ്ഷിപ്പുകൾ, അതുപോലെ ഗിൽഡ്സ് എന്നിവയിലൂടെ എന്ത് ചെയ്തു അറിവ് നിലനിർത്താനും കൈമാറാനും എന്ത് ചെയ്തു ഒരുപാട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ
പ്രിസർവേഷൻ ആൻഡ് ഡിസമിനേഷൻ ഓഫ് നോളജ് എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ സംരക്ഷണം വ്യാപനത്തെക്കുറിച്ച് പറയുകയാണ് ഈ ഫ്യൂഡലിസം വഴി കിട്ടിയിട്ടുള്ളത്. അതെങ്ങനെയൊക്കെയാണ്? മൊണാസ്റ്റിക് സ്കൂൾസ് അല്ലെങ്കിൽ എന്താണ് സന്യാസിമാരുടെ വിദ്യാലയങ്ങൾ, സ്ക്രിപ്റ്റോറി എഴുത്തുകൾ അല്ലെങ്കിൽ ഗ്രന്ഥശാലകൾ വഴി, അപ്രന്റീസ്ഷിപ്സ് ഗിൽഡുകൾ, ഇതൊക്കെ വഴി എന്ത് ചെയ്തു? അറിവ് നിലനിർത്താനും അത് കൈമാറാനും എന്ത് ചെയ്തു? ഒരുപാട് എന്ത് ചെയ്തു? ഈ ഫ്യൂഡലിസം വഴി സാധിച്ചിട്ടുണ്ട്. അടുത്തത് feudalism and social cohesion. Despite its flaws, feudalism created a sense of community and belonging among the people, offering a form of social cohesion. അപ്പോൾ എന്താണ് ഫ്യൂഡലിസം ആൻഡ് സോഷ്യൽ കൊഹിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂഡലിസവും സാമൂഹിക ഐക്യവും. അപ്പോൾ പല കുറവുണ്ടായിട്ടും ഫ്യൂഡലിസം ജനങ്ങൾക്കിടയിൽ എന്താണ്? ഒരു യൂണിറ്റി അല്ലെങ്കിൽ ഒരു എന്താണ് ഐക്യത അല്ലെങ്കിൽ ഒരു ഒത്തൊരുമ, അവിടെ ഒരു ബോധം എന്ത് ചെയ്തു? വളർത്തുകയും അതുപോലെ തന്നെ സാമൂഹിക ഐക്യം, സോഷ്യൽ കൊഹിഷൻ എന്ത് ചെയ്തു? ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ എന്താണ് ഫ്യൂഡലിസം ആൻഡ് സോഷ്യൽ കൊഹിഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂഡലിസം ഐക്യവും സാമൂഹിക ഐക്യവുമാണ്. അതെന്ന് പറഞ്ഞാൽ പല കുറവുകൾ ഉണ്ടായിരുന്നിട്ടും ഫ്യൂഡലിസം ജനങ്ങൾക്കിടയിൽ ഒരു കൂട്ടായ്മയുടെയും അല്ലെങ്കിൽ ഒരു ഒത്തൊരുമയുടെയും ബോധം വളർത്തുകയും സാമൂഹിക ഐക്യം എന്ത് ചെയ്തു? പ്രതിനിധാനം ചെയ്യുകയും ചെയ്തു ഫ്യൂഡലിസം വഴി. അപ്പോൾ ഒന്നും കൂടെ പറയാം. പ്രിസർവേഷൻ and dissemination of knowledge. Knowledge preservation and dissemination were made possible through the system of monastic schools, scriptoria, apprenticeships and guilds. എന്താണ്? അപ്പം എന്താണ് അറിവിൻ്റെ സംരക്ഷണവും അതുപോലെ തന്നെ വ്യാപനവും ഉണ്ടായി. എങ്ങനെയൊക്കെയാണ്? മൊണാസ്റ്റിക് സ്കൂൾസ്, സ്ക്രിപ്റ്റോറിയ, അപ്രന്റീസ്ഷിപ്സ്, ഗിൽഡ്സ്, ഇതിൽ നിന്നെല്ലാം എന്താണ് അറിവുകളും നിലനിർത്താനും കൈമാറാനും സാധിച്ചു. അതുപോലെ തന്നെ ഫ്യൂഡലിസം ആൻഡ് സോഷ്യൽ കൊഹിഷൻ, ഒരുപാട് കുറവുകളുണ്ടായിട്ടും ഫ്യൂഡലിസം ജനങ്ങൾക്കിടയിൽ എന്താണ്? ഒരു ഒത്തൊരുമയും കൂട്ടായ്മയുടെയും ബോധം വളർത്തിയെടുക്കുകയും അതെന്താണ് സാമൂഹിക ഐക്യം അല്ലെങ്കിൽ സോഷ്യൽ കൊഹിഷൻ എന്ത് ചെയ്തു? പ്രതിനിധാനം ചെയ്യുകയും ചെയ്തു. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. ഓക്കെ, നെഗറ്റീവ് ഇമ്പാക്ട്സ് ഓഫ് ഫ്യൂഡലിസം. ഫ്യൂഡലിസത്തിൻ്റെ നെഗറ്റീവ് ഇമ്പാക്ട്സ് അല്ലെങ്കിൽ എന്താണ് ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ദോഷഫലങ്ങൾ ഫ്യൂഡലിസത്തിൻ്റെ അഗ്രവേഷൻ ഓഫ് പവർ imbalances and inequalities, enrichment of power imbalances and the deepening of social and economic inequalities, with lords accumulating vast wealth while serfs lived in a poverty. അപ്പോൾ എന്താണ് അഗ്രവേഷൻ ഓഫ് പവർ ഇംബാലൻസസ് ആൻഡ് ഇന്നെക്വാളിറ്റീസ്? എന്താണ്? അധികാര അസമത്വവും വിവേചനവും വർദ്ധിക്കലായിരുന്നു. അധികാര അസമത്വവും അതുപോലെ തന്നെ വിവേചനവും വർദ്ധിച്ചു. എങ്ങനെയൊക്കെയാണ്? എൻറിച്ച്മെൻറ്റ് ഓഫ് പവർ ഇംബാലൻസസ് and the deepening of social economic inequalities, with lords accumulating vast wealth while serfs lived in poverty. അപ്പോൾ എന്താണ് പ്രഭുക്കന്മാരുടെ വൻതോതിലുള്ള സമ്പത്ത് അവർ കുമിഞ്ഞു കൂടുകയും കർഷക തൊഴിലാളികൾ അല്ലെങ്കിൽ സെർഫുകൾ എന്ത് ചെയ്തു? കടുത്ത ദാരിദ്ര്യത്തിൽ ജീവിക്കുകയും ചെയ്തതോടെ സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വങ്ങൾ വർദ്ധിക്കുകയും അധികാര വ്യത്യാസങ്ങൾ രൂക്ഷമാവുകയും ചെയ്തു. അപ്പോൾ എന്താണ് നമ്മൾ അഗ്രവേഷൻ ഓഫ് പവർ ഇംബാലൻസ് ആൻഡ് ഇക്വാലിറ്റീസ് ആണ് പറയുന്നത്. ആദ്യത്തെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണത്. എന്താണത്? അധികാര അസമത്വവും വിവേചനവും എന്ത് ചെയ്തു? വർദ്ധിച്ചു ആ കാലഘട്ടത്തിൽ. എന്താണ് കാരണം? എന്താണ്? പ്രഭുക്കന്മാർ വൻതോതിൽ സമ്പത്ത് കുമിഞ്ഞു കൂട്ടുമ്പോൾ സെർഫുകൾ അല്ലെങ്കിൽ കർഷക തൊഴിലാളികൾ എന്താണ് കടുത്ത ദാരിദ്ര്യത്തിൽ ജീവിക്കുകയും ചെയ്തതോടെ അവിടെ എക്കണോമിക്കായിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ എക്കണോമിക് എന്താണ് ഇനിക്വാളിറ്റീസ് എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുകയും അവരുടെ അധികാര വ്യത്യാസങ്ങൾ എന്തായിരുന്നു? രൂക്ഷമാവുകയും എന്ത് ചെയ്തു. ഓക്കെ, അടുത്തത് ഹിൻഡ്രൻസ് ടു സോഷ്യൽ മൊബിലിറ്റി. Impediments to social mobility, with the serfs rarely having opportunities to improve their status within the rigid feudal class system. അപ്പോൾ എന്താണ് ഹിൻഡ്രൻസ് ടു സോഷ്യൽ മൊബിലിറ്റി? എന്താണ്? സാമൂഹിക മാറ്റത്തിനുള്ള തടസ്സങ്ങൾ അവിടെ ഉണ്ടായി. എന്താണ് രണ്ടാമത്തെ നെഗറ്റീവ് ഇമ്പാക്റ്റ്? എന്താണ് ഫ്യൂഡലിസത്തിൻ്റെ? ഹിൻഡ്രൻസ് ടു സോഷ്യൽ മൊബിലിറ്റി, സാമൂഹിക മാറ്റത്തിനുള്ള തടസ്സങ്ങളായിരുന്നു. കർശനമായ ഫ്യൂഡൽ വർഗ വ്യവസ്ഥയ്ക്കുള്ളിൽ സർഫുകൾ തങ്ങളുടെ പദവി മെച്ചപ്പെടുത്താൻ എന്താണ് അപൂർവമായിട്ടുള്ള അവസരങ്ങളെ അവർക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ? കിട്ടിയിട്ടുള്ളൂ. ഇത് അവരുടെ എന്താണ് സാമൂഹിക വളർച്ചയ്ക്ക് വലിയ തടസ്സമായിട്ട് മാറി. അപ്പോൾ എന്താണ് ഈ കർശനമായിട്ടുള്ള ഫ്യൂഡൽ വർഗ വ്യവസ്ഥയ്ക്കുള്ളിൽ എന്താണ് സെർഫ്സിന് എന്ത് ചെയ്തു? അവരുടെ പദവി മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ അപൂർവമായിട്ട് മാത്രമേ അവർക്ക് എന്ത് ചെയ്യുന്നുള്ളൂ? അവസരങ്ങൾ ലഭിച്ചിരുന്നുള്ളൂ. ഇതാണ് അവരുടെ എന്ത് ചെയ്യുന്നത്? സാമൂഹ്യ വളർച്ചയ്ക്ക് വലിയ തടസ്സമായിട്ട് മാറിയത്. ടോപ്പിലെത്താൻ അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്താണ് അവർക്ക് പറ്റില്ല. കാരണം പ്രഭുക്കന്മാരുടെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് ഉയരങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു അവസരത്തിന് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവർക്ക്
എന്താണ് പദവി കിട്ടാൻ, മെച്ചപ്പെടുത്തി എടുക്കാൻ അവർക്ക് അപൂർവമായിട്ട് മാത്രമേ അവസരങ്ങൾ കിട്ടിയിട്ടുള്ളൂ. അതാണ് പറഞ്ഞ് ഇംപ്രൂവ് ദെയർ സ്റ്റാറ്റസ്. So with the serfs rarely having opportunities to improve their status with the rigid feudal class system. അപ്പം എന്താണ് ഈ റിജിഡ് ഫ്യൂഡൽ ക്ലാസ് സിസ്റ്റം ഉള്ളത് കാരണം എന്താണ് സെർഫ്സിന് റെയർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസേ അവരുടെ സ്റ്റാറ്റസ് ഇമ്പ്രൂവ് ചെയ്യാൻ കിട്ടാറുള്ളായിരുന്നു. അതും അവർക്ക് ബുദ്ധിമുട്ടാണ്. കിട്ടിയ അങ്ങനൊരു ഇത് ഫ്യൂഡലിസത്തിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. അപ്പോൾ നമ്മൾ 2 നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇപ്പോൾ പഠിച്ചു. അടുത്തത് നമുക്ക് നോക്കാം, എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഓപ്പറേഷൻ ത്രൂ സെർഫ്ഡം. അപ്പോൾ എന്താണ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഓപ്പറേഷൻ ത്രൂ സെർഫ്ഡം? എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഓപ്പറേഷൻ ത്രൂ പ്രാക്ടീസസ് ലൈക്ക് സെർഫ്ഡം വിച്ച് റിക്വയർഡ് പ്രസൻസ് ടു പ്രൊവൈഡ് ലേബർ സർവീസസ് ആൻഡ് പേ ഡ്യൂസ് ടു ദ ലോഡ്സ്. അപ്പോൾ എന്താണ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഓപ്പറേഷൻ ത്രൂ സെർഫ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്? അടിമത്തത്തിലൂടെ ഉള്ള ചൂഷണവും അടിച്ചമർത്തലുമായിരുന്നു. അടിമത്തത്തിലൂടെയുള്ള ചൂഷണവും അടിച്ചമർത്തലും ഉണ്ടായി. എങ്ങനെയാണ്? എന്താണ് കർഷകർ തങ്ങളുടെ പ്രഭുക്കന്മാർക്ക് സൗജന്യ തൊഴിൽ സേവനങ്ങൾ നൽകാനും നികുതികൾ എടുക്കാനും നിർബന്ധിതരായിരുന്നു. അപ്പം എന്താണ് കർഷകർക്ക് അല്ലെങ്കിൽ സെർവ്സിന് എന്താണ് പ്രഭുക്കന്മാർക്ക് അല്ലെങ്കിൽ ലോഡ്സിന് വേണ്ടിയിട്ട് എന്താണ് സൗജന്യമായിട്ടുള്ള തൊഴിൽ സേവനങ്ങളൊക്കെ കൊടുക്കണം. അതുപോലെ നികുതിയും ഡ്യൂസും എന്ത് ചെയ്യണം? ലോഡ്സിന് കൊടുക്കണം, പ്രൊവൈഡ് ചെയ്യണം. ലേബേഴ്സ്. ഇത്തരം അടിമത്ത വ്യവസ്ഥകളാണ് പിന്നീട് ചൂഷണങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും കാരണമായിട്ട് മാറുന്നത്. എന്താണ് എക്സ്പ്ലോയിറ്റേഷനും ഓപ്പറേഷനും ഒക്കെ കാരണമായിട്ട് മാറിയത്. അപ്പോൾ എന്താണ് അടിമത്തത്തിലൂടെയുള്ള ചൂഷണവും അടിച്ചമർത്തലും, എക്സ്പ്ലോയിറ്റേഷൻ ഓപ്പറേഷൻ ത്രൂ സെർവ്ഡം. അപ്പോൾ എന്താണ് ഈ സെർവ്സ് എപ്പോഴും ആരോട് കടപ്പെട്ടിരിക്കുകയാണ്? ലോഡ്സിനോട് കടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലോഡ്സ് എന്ത് ഇവരെ കൊണ്ട് തൊഴിൽ ചെയ്യിപ്പിക്കും. അപ്പം ഇവരെ എന്ത് ചെയ്യണം? സൗജന്യമായി അവർക്ക് തൊഴിലും ചെയ്തു കൊടുക്കണം, സേവനങ്ങളും കൊടുക്കണം, അതുപോലെ തന്നെ അവർക്ക് നികുതിയും കൊടുക്കണം. അങ്ങനെയുള്ള ഒരു നിർബന്ധിത ഒരു ചട്ടം ലോഡ്സ് വെച്ചിരുന്നു ഈ സെർവ്സിൻ്റെ ഇടയിൽ. അതുകൊണ്ട് തന്നെ ഇവരെന്താണ് അടിമത്ത വ്യവസ്ഥകൾ പിന്നീട് എന്ത് ചെയ്തു? വലിയ ചൂഷണങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും കാരണമായിട്ട് മാറി. അടുത്തത് ഒബ്സ്ട്രക്ഷൻ ഓഫ് ഡെമോക്രാറ്റിക് ഗ്രോത്ത്. Political power concentration among a select elite hindered the growth of democratic institutions as the feudal lords wielded both legislative and judicial power in their lands. അപ്പോൾ എന്താണ് ജനാധിപത്യ വളർച്ചയ്ക്കുള്ള തടസ്സമായിരുന്നു, ഡെമോക്രാറ്റിക് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള തടസ്സമുണ്ടായി. അതായത് പൊളിറ്റിക്കൽ പവർ കോൺസെൻട്രേഷൻ, അതായത് രാഷ്ട്രീയ അധികാരം എന്ത് ചെയ്തു? കുറച്ച് പ്രഭുക്കന്മാരിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്നത് ജനാധിപത്യ സ്ഥാപനങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തി. അപ്പം രാഷ്ട്രീയ അധികാരം കുറച്ച് പ്രഭുക്കന്മാരിൽ അല്ലെങ്കിൽ സെലക്ട് എലൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രഭുക്കന്മാർ. അപ്പം രാഷ്ട്രീയ അധികാരം കുറച്ച് പ്രഭുക്കന്മാരിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്നത് എന്താണ് ജനാധിപത്യ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ വളർച്ച എന്ത് ചെയ്തു? തടസ്സപ്പെടുത്തി. കാരണം എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്യൂഡൽ ലോഡ്സ് അവരുടെ അധീനതയിലുള്ള ഭൂമിയിൽ നിയമനിർമ്മാണ അധികാരവും നീതിന്യായ അധികാരവും ഒരുപോലെ ഉണ്ടായിരുന്നു. ഫ്യൂഡൽ ലോഡ്സിന് എന്താണ് അവരുടെ അധീനതയിലുള്ള ഭൂമിയിൽ നിയമനിർമ്മാണ അധികാരവും നീതിന്യായ അധികാരവും ഒരുപോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജനാധിപത്യ സ്ഥാപനങ്ങളുടെ വളർച്ച തടസ്സപ്പെടുത്തിയത്. അപ്പോൾ എന്താണ് ജനാധിപത്യ വളർച്ചയ്ക്കുള്ള തടസ്സം എന്ന് പറയുന്നത് രാഷ്ട്രീയ അധികാരം കുറച്ച് ലോഡ്സിൽ മാത്രം ഒതുങ്ങി നിന്നു. അപ്പോൾ ജനാധിപത്യ സ്ഥാപനങ്ങൾക്ക് അതെന്താണ് വളർച്ച എന്ത് ചെയ്തു? തടസ്സപ്പെടുത്തി. കാരണം എന്ന് വെച്ചാൽ എന്താണ് ഫ്യൂഡൽ പ്രഭുക്കന്മാർക്ക് അല്ലെങ്കിൽ ഫ്യൂഡൽ ലോഡ്സിന് അവരുടെ അധീനതയിലുള്ള ഭൂമിയിൽ നിയമനിർമ്മാണാധികാരവും ഉണ്ട്, നീതിന്യായ അധികാരവും ഒരുപോലെ ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ എന്താണ് ജനാധിപത്യ സ്ഥാപനങ്ങളുടെ വളർച്ച എന്ത് ചെയ്യുന്നത്? തടസ്സപ്പെടുത്തി. ഓക്കെ, അടുത്ത നോക്കാം ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം. അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫ്യൂഡലിസം സ്റ്റാർട്ടഡ് ഡിക്ലൈനിങ് ഫ്രം ദ 13th century onward, especially after major disruption like. അപ്പോൾ എന്താണ് ഫ്യൂഡലിസം അല്ലെങ്കിൽ സ്റ്റാർട്ടഡ് ഡിക്ലൈനിങ് ഫ്രം ദ 13th century. അപ്പോൾ എന്താണ് 13ാം നൂറ്റാണ്ട് മുതൽ ചില വലിയ മാറ്റങ്ങളെ തുടർന്ന് ഫ്യൂഡലിസം എന്ത് ചെയ്തു? തകരാൻ തുടങ്ങി. അതിന് നമുക്ക് നോക്കാം, അതിന് കാരണങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫ്യൂഡലിസത്തിൻ്റെ തകർച്ച എന്ന് പറഞ്ഞാൽ 16ാം നൂറ്റാണ്ടിലോട്ടാണ് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ നോക്കാം റൈസ് ഓഫ് ട്രേഡ് ആൻഡ് ടൗൺസ്, ഇൻക്രീസ്ഡ്
കമൻസ് ക്രിയേറ്റഡ് എ മെർച്ചൻറ്റ് ക്ലാസ് റെഡ്യൂസിങ് റിലയൻസ് ഓൺ ലാൻഡ് ഓണേഴ്സ്. അപ്പോൾ എന്താണ്, വ്യാപാരത്തിൻ്റെയും നഗരങ്ങളുടെയും വളർച്ച, അത് എന്താണ്, വാണിജ്യം വർദ്ധിച്ചതോടെ എന്താണ്, ഒരു പുതിയ വ്യാപാരി വർഗം രൂപപ്പെട്ടു, അല്ലെങ്കിൽ മെർച്ചൻ്റ് ക്ലാസ് എന്ത് ചെയ്തു, രൂപപ്പെട്ടു. ഇത് ഭൂ ഉടമകളെ അല്ലെങ്കിൽ പ്രഭുക്കന്മാരെ ലോഡ്സിനെ എന്ത് ചെയ്തു, ആശ്രയിക്കുന്നത് കുറയാൻ സാധിച്ചു. അപ്പോൾ എന്താണ്, ട്രേഡിങ്ങും ടൗൺസും ഒക്കെ അതായത് വ്യാപാരത്തിൻ്റെയും നഗരങ്ങളുടെയും വളർച്ച ഭയങ്കരമായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ വർദ്ധിച്ചു വരുമ്പോഴത്തേനും ഈ വ്യാപാരി വർഗം, അതായത് മെർച്ചൻ്റ് ക്ലാസ് എന്ത് ചെയ്തു, വ്യാപാരത്തിൻ്റെ ഈ വളർച്ച കൂടിയപ്പോൾ മെർച്ചൻ്റ് ക്ലാസ് എന്ന ഒരെണ്ണം ക്രിയേറ്റായി, അതായത് വ്യാപാരി വർഗം. അപ്പം അത് എന്ത് ചെയ്തു, ഈ ഭൂ ഉടമകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സഹായിച്ചു. അതായത് ഭൂ ഉടമകളെയാണ് ഇപ്പോൾ എല്ലാവരും ആശ്രയിച്ചിരുന്നത്, പാവപ്പെട്ടവരെല്ലാം. അപ്പോൾ അതെന്ത് ചെയ്തു, ഈ കുറഞ്ഞു വന്നു. അതായത് ട്രേഡിങ് കൂടിയപ്പോഴത്തേനും ട്രേഡേഴ്സിന് ഒരു മെർച്ചൻ്റ് ക്ലാസ് എന്നും പറഞ്ഞൊരു വ്യാപാരി വർഗം ഉണ്ടായി. അപ്പോൾ അവരിലേക്കാണ് എന്ത് ചെയ്തത്, കൂടുതൽ വളർച്ച വരുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ഈ പ്രഭുക്കന്മാരെ ആശ്രയിക്കുന്നത് എന്ത് ചെയ്തു, കുറയാൻ സഹായിച്ചു. അടുത്തത്, യൂസ് ഓഫ് മണി ഷിഫ്റ്റ് ഫ്രം ബാറ്റർ ടു കറൻസി എനേബിൾഡ് കിങ്സ് ടു ഹയർ സ്റ്റാൻഡിങ് ആർമീസ് ഇൻസ്റ്റെഡ് ഓഫ് റിലയിങ് ഓൺ വാസൽസ്. അപ്പോൾ എന്താണ്, പണത്തിൻ്റെ ഉപയോഗം, അത് എന്താണ്, ബാറ്റർ സിസ്റ്റത്തിൽ നിന്ന് നാണയങ്ങളിലേക്കുള്ള മാറ്റം രാജാക്കന്മാർ പ്രഭുക്കന്മാരെ ആശ്രയിക്കുന്നതിന് പകരം സ്വന്തമായി സ്ഥിര സൈന്യത്തെ ശമ്പളം നൽകി നിലനിർത്താൻ സഹായകരമായി. അപ്പോൾ എന്ത് ചെയ്തു, ഇവർ പണത്തിൻ്റെ ഉപയോഗം വന്നതോടെ, അപ്പോൾ ഈ വ്യാപാരമൊക്കെ തുടങ്ങുമ്പോഴത്തേനും പണത്തിൻ്റെ ഇത് കൂടി, അപ്പോൾ വാല്യൂ കൂടി. അപ്പോഴത്തേനും ഈ ബാറ്റർ സിസ്റ്റം സമ്പ്രദായത്തിൽ നിന്ന്, അപ്പം ബാറ്റർ സിസ്റ്റം എന്ന് പറയുന്ന സമ്പ്രദായത്തിൽ നിന്ന് നാണയങ്ങളിലേക്കുള്ള കറൻസിയിലേക്ക് പോയപ്പോൾ രാജാക്കന്മാർക്ക് പ്രഭുക്കന്മാരെയും വാസൽസിനെയും ആശ്രയിക്കുന്നതിനേക്കാൾ പകരം എന്താണ്, ഒരു സ്ഥിര സൈന്യത്തെ ശമ്പളം കൊടുത്ത് നിർത്തിയാൽ മതി എന്നുള്ളൊരു തോട്ട് അല്ലെങ്കിൽ എന്നുള്ളൊരു കാര്യം വന്നു. അങ്ങനെ എന്ത് ചെയ്തു, ഫെഡറലിസത്തിൻ്റെ തകർച്ചയായി മാറിയത്. അടുത്ത് നമുക്ക് നോക്കാം, സെൻട്രലൈസേഷൻ ഓഫ് പവർ. ഓക്കെ, അപ്പോൾ ഏതാണ്, സ്ട്രോങ് മോണാർക്സ് ഇൻ ഇംഗ്ലണ്ട് ആൻഡ് ഫ്രാൻസ് ബിഗാൻ ബിൽഡിംഗ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എൻഫോഴ്സിങ് റോയൽ ലോ. അപ്പോൾ എന്താണ്, സെൻട്രലൈസേഷൻ ഓഫ് പവറിനകത്ത് അല്ലെങ്കിൽ അധികാര കേന്ദ്രീകരണം എന്ന് പറയുന്നത് എന്നിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഇംഗ്ലണ്ടിലെയും ഫ്രാൻസിലെയും ശക്തരായ രാജാക്കന്മാർ കേന്ദ്രീകൃത സ്ഥാപനങ്ങൾ എന്ത് ചെയ്തു, കെട്ടിപ്പടുത്തിട്ട് രാജനിയമങ്ങൾ നടപ്പിലാക്കാനും തുടങ്ങി. അപ്പോൾ സെൻട്രലൈസേഷൻ ഓഫ് പവർ എന്താണ്, അധികാര കേന്ദ്രീകരണം ഉണ്ടായി. എങ്ങനെ, ഫ്രാൻസിലെയും ഇംഗ്ലണ്ടിലെയും ശക്തരായ രാജാക്കന്മാർ എന്ത് ചെയ്തു, കുറേ കേന്ദ്രീകൃത സ്ഥാപനങ്ങൾ കെട്ടിപ്പടുത്തു. അതുപോലെ തന്നെ അവിടെ രാജനിയമങ്ങൾ എന്ത് ചെയ്തു, നടപ്പിലാക്കാനും തുടങ്ങി. അതാണ് പറയുന്നത്. 2, Black Death 1347 to 1351. This deadly plague killed 1/3 of Europe's population, causing labor shortages. Many serfs escaped manors, weakening the feudal hold. അപ്പോൾ എന്താണ്, ബ്ലാക്ക് ഡെത്ത് അല്ലെങ്കിൽ പ്ലേഗ് മഹാമാരി എന്ന് നമ്മൾ പറയും. അപ്പോൾ അത് 1347 തൊട്ട് 1351 വരെയാണ് ഈ പ്ലേഗ് ഉണ്ടായത്. അപ്പോൾ ഈ മാരകമായ ഈ പ്ലേഗ് രോഗം കാരണം യൂറോപ്പിലെ ജനസംഖ്യയുടെ 1/3 ആൾക്കാരാണ് എന്ത് ചെയ്തത്, മരിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് എന്തിനു കാരണമായി, കടുത്ത തൊഴിലാളി ക്ഷാമത്തിന് കാരണമായി. അങ്ങനെ പല കർഷക തൊഴിലാളികളും മാനറുകളിൽ നിന്ന് രക്ഷപ്പെട്ട് ഫ്യൂവൽ വ്യവസ്ഥയുടെ സംവിധാനം അതുകൊണ്ട് എന്ത് ചെയ്തു, ദുർബലപ്പെട്ടുപോയി. അങ്ങനെ എന്താണ് ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്ലേഗ് മഹാമാരി വന്നു 1947 തൊട്ട് 1347 തൊട്ട് 1351 വരെ അത് നിന്നിരുന്നു. അപ്പോൾ അത് കാരണം, ആ മാരകമായ രോഗം കാരണം എന്ത് ചെയ്തു, യൂറോപ്പിലെ പോപ്പുലേഷൻ്റെ 1/3 ആൾക്കാർ എന്ത് ചെയ്തു, മരിച്ചു. അപ്പോൾ അതോടുകൂടി എന്ത് ചെയ്തു, ഈ ലേബർ ഷോർട്ടേജ് ഉണ്ടായി. അവിടെ എന്ത് ചെയ്തു, തൊഴിലാളി
ക്ഷാമം ഉണ്ടായി. അങ്ങനെ എന്ത് ചെയ്തു, ഈ മാനേഴ്സിൽ നിന്ന് ആര് രക്ഷപ്പെട്ടു? കുറേ കർഷക തൊഴിലാളികൾ രക്ഷപ്പെട്ടു. അങ്ങനെ ഫ്യൂഡൽ വ്യവസ്ഥ എന്ത് ചെയ്തു, അവിടെ തകരാൻ എന്ത് ചെയ്തു, ഇടയായി. അടുത്തത് പെസൻസ് റിവോൾട്ട്സ്. മൂവ്മെൻറ്റ്സ് ലൈക്ക് ദ 1381 പെസൻസ് റിവോൾട്ട് ഇൻ ഇംഗ്ലണ്ട് ഷോഡ് ഗ്രോയിങ് റെസിസ്റ്റൻറ്റ് ടു ദ ഫ്യൂഡൽ ഓർഡർ. അപ്പം കർഷക പ്രക്ഷോഭങ്ങളുണ്ടായി. 1381 ഇംഗ്ലണ്ടിലെ കർഷക കലാപം പോലുള്ള പ്രസ്ഥാനങ്ങൾ ഫ്യൂഡൽ വ്യവസ്ഥയോടുള്ള വർദ്ധിച്ചു വരുന്ന എതിർപ്പ് കാണിച്ചു തന്നു. അപ്പോൾ എന്താണ്, ഫ്യൂഡൽ ഓർഡേഴ്സിനോടുള്ള എതിർപ്പുകൾ, വർദ്ധിച്ചു വന്നിരുന്ന എതിർപ്പുകൾ എന്ത് ചെയ്തു, ഈ കർഷക കലാപം പോലുള്ള കലാപങ്ങൾ 1388 ഇംഗ്ലണ്ടിലും ഉണ്ടായി. അപ്പോൾ അതൊക്കെ കാരണം എന്ത് ചെയ്തു, ഫ്യൂഡലിസത്തിൻ്റെ ഒരു തകർച്ചയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അടുത്തത് സമ്മറിയാണ്. സമ്മറി നമുക്ക് നോക്കാം. ഓക്കെ, സംഗ്രഹം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. Feudalism was a land-based, decentralized system that emerged out of chaos and insecurity. അപ്പോൾ എന്താണ്, രാജകത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ എന്താണ് അരക്ഷിതാവസ്ഥയിൽ നിന്നും രൂപം കൊണ്ട ഭൂമിയെ അടിസ്ഥാനമാക്കിയുള്ളൊരു ഡീസെൻട്രലൈസ്ഡ് എന്താണ് സിസ്റ്റമായിരുന്നു എന്തെന്ന് പറയുന്നത്, ഫ്യൂഡലിസം എന്ന് പറയുന്നത്. അതായത് അരാജകത്വത്തിൽ നിന്നും അരക്ഷിതാവസ്ഥയിൽ നിന്നും കെയോസിൽ നിന്നും ഇൻസെക്യൂരിറ്റിയിൽ നിന്നും രൂപം കൊണ്ട് എമർജ് ചെയ്ത എന്താണ് ഒരു ഡീസെൻട്രലൈസ്ഡ് അല്ലെങ്കിൽ എന്താണ് ഒരു വികേന്ദ്രീകൃത എന്താണ് വ്യവസ്ഥയായിരുന്നു എന്ത്, ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ഇറ്റ് ഓഫേർഡ് ഓർഡർ ആൻഡ് പ്രൊട്ടക്ഷൻ ബട്ട് ഓൾസോ ലെഡ് ടു എക്കണോമിക് സ്റ്റാഗ്നേഷൻ ആൻഡ് സോഷ്യൽ റിജിഡിറ്റി. അപ്പോൾ എന്താണ്, ഇത് ജനങ്ങൾക്ക് ക്രമസമാധാനവും സംരക്ഷണം നൽകിയിട്ടുണ്ട്. പക്ഷേ എന്താണ്, സാമ്പത്തിക എന്താണ് മന്ദതയിലേക്കും കർശനമായ സാമൂഹിക മാറ്റമില്ലായ്മയിലേക്കും സോഷ്യൽ റിജിഡിറ്റിയിലേക്കും എന്ത് ചെയ്തു, നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ജനങ്ങൾക്ക് ക്രമസമാധാനവും സംരക്ഷണവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ സാമ്പത്തിക മന്ദതയിലേക്കും അതുപോലെ തന്നെ എന്താണ് സാമൂഹിക എക്കണോമിക് സ്റ്റാഗ്നേഷനിലേക്കും അതായത് സാമ്പത്തിക മന്ദതയിലേക്കും കർശനമായ സാമൂഹിക മാറ്റമില്ലായ്മയിലേക്കും അല്ലെങ്കിൽ സോഷ്യൽ റിജിഡിറ്റിയിലേക്കും എന്ത് ചെയ്തു, നയിച്ചിട്ടുണ്ട്. ഇറ്റ്സ് ഡിക്ലൈൻ പേവ്ഡ് ദ വേ ഫോർ ക്യാപിറ്റലിസം, സ്ട്രോങ്ങർ നേഷൻ സ്റ്റേറ്റ്സ് ആൻഡ് ഇവൻച്വലി ദ മോഡേൺ വേൾഡ്. അപ്പോൾ എന്താണ്, ഫ്യൂഡലിസത്തിൻ്റെ തകർച്ച എന്താണ്, മുതലാളിത്തം അല്ലെങ്കിൽ ക്യാപിറ്റലിസം, കൂടുതൽ ശക്തമായ ദേശീയ രാഷ്ട്രങ്ങൾ അതായത് നേഷൻസ് സ്റ്റേറ്റ്സ്, ഒടുവിൽ എന്താണ് ആധുനിക ലോകം അല്ലെങ്കിൽ മോഡേൺ വേൾഡ് എന്നിവയുടെ ആവിർഭാവത്തിന് എന്ത് ചെയ്തു, വഴിയൊരുക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്, ക്യാപിറ്റലിസത്തിനാണെങ്കിലും സ്ട്രോങ് നേഷൻ സ്റ്റേറ്റ്സിനാണെങ്കിലും മോഡേൺ വേൾഡിനാണെങ്കിലും ഈ ഫ്യൂഡലിസത്തിൻ്റെ തകർച്ച എന്ത് ചെയ്തു, ഒരു വഴിയൊരുക്കിയിട്ടുണ്ട്. മോഡേൺ വേൾഡിന് എന്ത് ചെയ്തു, ആധുനിക ലോകത്തിനും എന്ത് ചെയ്തു, ഒരു വഴിയൊരുക്കിയത് ഫ്യൂഡലിസം തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് പറയുന്നത്, സമ്മറിയിൽ പറയുന്നത്. എന്തുവാണ്, അരാജകത്വത്തിൽ നിന്നും അരക്ഷിതാവസ്ഥയിൽ നിന്നും കെയോസിൽ നിന്നും ഇൻസെക്യൂരിറ്റിയിൽ നിന്നും എമർജ് ചെയ്ത ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്. അതും ഭൂമിയെ അടിസ്ഥാനമാക്കി ലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വികേന്ദ്രീകൃത സിസ്റ്റമാണ് ഇത്, അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം അല്ലെങ്കിൽ വികേന്ദ്രീകൃത വ്യവസ്ഥയാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നു. ഇത് എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്ഷനും എന്താണ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിലും ഇത് എന്ത് ചെയ്യുന്നു, കർശനമായ സാമൂഹ്യ മാറ്റമില്ലായ്മയ്ക്കും സാമ്പത്തിക മന്ദതയിലേക്കും എന്ത് ചെയ്തു, നയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്യൂഡലിസത്തിൻ്റെ തകർച്ച എന്നത് മുതലാളിത്തം, കൂടുതൽ ശക്തമായ ദേശീയ രാഷ്ട്രങ്ങൾ, അതുപോലെ ഒടുവിൽ എന്താണ് മോഡേൺ വേൾഡിനും എന്താണ് ആവിർഭാവത്തിന് ഒരു വഴിയൊരുക്കിയിട്ട് ഉണ്ട്. ഇത്രയുമാണ് നമ്മളിന്ന് പഠിച്ചിരിക്കുന്നത്.